കാസർഗോഡ് വിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ടോക്ക് ടൈമിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലും കഴിഞ്ഞ എപ്പിസോഡിലെ അതിഥിയായ ഡോക്ടർ ഇബ്രാഹിം കുഞ്ഞിയാണ്. ഇപ്പോൾ നമുക്കറിയാം ചികിത്സാ രീതികൾ മുൻ കാലഘട്ടത്തെ അപേക്ഷിച്ച് ഇന്ന് ചികിത്സാ രീതികൾ വളരെയധികം പുരോഗതി പ്രാപിച്ചിട്ടുണ്ട്. വളരെ അഡ്വാൻസ്ഡ് ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ചികിത്സകൾ ഉണ്ടാകുന്നത്. മെഷീനറി സിസ്റ്റം ഒക്കെ മാറിയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് എല്ലാ വിഷയവും. പക്ഷെ ചികിത്സാ ചെലവുകളും കൂടിയിട്ടുണ്ട്. സാധാരണ മനുഷ്യന്മാർക്ക് ഈവൺ ഒരു അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ പോലും അതിൻ്റെ പരിശോധനയും പിന്നീടുള്ള ആൻജിയോപ്ലാസ്റ്റി പോലെ ചെയ്യാൻ ഇതിനൊക്കെ കാര്യമായ എമൗണ്ട് നമുക്കിപ്പോൾ ചെലവുകൊണ്ടിരുന്നു. പക്ഷെ ഈ ചികിത്സാ ചെലവുകൾ വർദ്ധിക്കുന്നത് നിർധനരായ രോഗികൾക്ക് എന്ത് ചെയ്യും? ആ സമയത്തും നിർധനരായ രോഗികൾ അതങ്ങ് മരിക്കട്ടെ എന്ന് പറയുന്ന കുറെ ആൾക്കാർ നമ്മുടെ അടുത്ത് കാണുന്നുണ്ട്. പിന്നെ കുറെ ചുറ്റുപാടുകൾ ആരെങ്കിലും സംഭാവന ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലുള്ള സോഫിസ്റ്റിക്കേറ്റഡ് ഒരു കിഡ്നി ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ ബിലോ ആവറേജ് ഫാമിലി തളർന്നു പോയില്ലേ. പിന്നെ അവൻ ജീവിക്കണമെങ്കിൽ ഡയാലൈസിസ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. അതും കോസ്റ്റ്ലിയാണ്. അത് സ്ഥിരമായിട്ട് ഒരാഴ്ചക്ക് 2 പ്രാവശ്യം 3 പ്രാവശ്യം എല്ലാം വേണ്ടി വരുന്നുണ്ട്. സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് ഓക്കെ, അവർക്ക് പ്രശ്നമില്ല, അവർ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോയിക്കോളൂ. അല്ലെങ്കിൽ പക്ഷെ ഈവൻ ഒന്ന് ജീവിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുന്ന ഒരു ഫാമിലിയിൽ കിഡ്നി ഫെയിലിയറും കൂടി വരികയാണെങ്കിൽ, അത് ആ ഗൃഹനാഥൻ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും എന്റെ കാഴ്ചയിലുണ്ട്. നമ്മളെ പേഷ്യൻ്റ് ആയിട്ടുണ്ട്. അവരെല്ലാം സംഭാവന മേടിച്ചിട്ട് കൈയും കാട്ടി എല്ലാവരും പൈസ കിട്ടുന്ന തരം മേടിച്ചു. പൈസ കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ ചെയ്യില്ല. ചെയ്യാതിരിക്കുമ്പോൾ അവരുടെ പിന്നെ പരിഭ്രമങ്ങൾ, രോഗപരിഭ്രമങ്ങൾ വർദ്ധിച്ച് അവന് കാണാൻ പറ്റാത്തൊരവസ്ഥയാണ്. പാവങ്ങളെ ഇന്ന് ഒരു തരത്തിലും ഒരു വലിയൊരു ആശ്വാസത്തിന് എത്തിക്കേണ്ട ഒരു നിലവാരം ഇവിടെ ഞാൻ കാണുന്നില്ല. അവർ എന്ത് ചെയ്യാനാ? ദിവസം പണിയെടുത്ത് ഇന്ന് പണിയെടുത്താൽ ഇന്ന് ജീവിക്കുക, അധ്വാനിച്ചാൽ. അല്ലാതെ 3-4 കാറുണ്ടായിട്ട് വലിയ മാളികയും ബംഗ്ലാവുമായിട്ട് സുഖവാസിയിരിക്കുന്ന അങ്ങനത്തെ അവരല്ല പാവങ്ങൾ. ഇവിടെ ഞാൻ കാണുന്ന 70% ആൾക്കാർ അങ്ങനെയുള്ളതാണ്. എന്നോട് എത്രയോ പേർ വന്ന് പറയലുണ്ട്, ഞാൻ പറഞ്ഞ ഒരു 3-4 ദിവസം വിശ്രമം എടുക്കുക, നല്ല സൂക്കട്ട് പോകും, മരുന്ന് കൂടുതൽ വേണ്ട എന്ന് പറഞ്ഞു. സാർ ഒരു ദിവസം ഞങ്ങൾ കണ്ട പട്ടിണിയാവും. എത്ര പേര് പറയുന്നു? ഇതാർക്കും അറിയുന്നില്ലല്ലോ. അപ്പോൾ അത് രോഗം പാവങ്ങൾക്ക് വന്നാൽ പ്രശ്നങ്ങൾ തന്നെയാണ്. എനിക്കറിയാം, ഒരു മെഡിക്കൽ കോളേജ്, ഞാൻ പേര് പറയുന്നില്ല, നിങ്ങൾക്കറിയുന്ന ഒരു പേഷ്യൻറ്റ്, പാവപ്പെട്ട പേഷ്യൻ്റ്, ഒരു ഡ്രൈവറായിരുന്നു. അങ്ങനെ അയാൾ ഹാർട്ട് അറ്റാക്ക് വന്നു. ഒരു മെഡിക്കൽ കോളേജിൽ പോയി, അടുത്തുള്ള മെഡിക്കൽ കോളേജിട്ടാകുമ്പോൾ 50,000 ഉറുപ്പിക കെട്ടി വെക്കണം, എന്നാലും ഇതിനിപ്പോൾ പരിഹാരമാക്കാൻ പറ്റും. അയാൾ പറഞ്ഞു ഞാൻ പോയി ചത്തോട്ട്. തിരിച്ചു വന്നു. കുറേ കഴിയുമ്പോൾ മരിക്കുകയും ചെയ്തു. 80,000 രൂപ കെട്ടിവെക്കാനുള്ളതുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെട്ടു. 50,000 ഉറുപ്പിക്ക് വേണ്ടി നഷ്ടപ്പെട്ടു, കിട്ടാത്തതുകൊണ്ട്. അപ്പൊ അത് സാമ്പത്തികമായിട്ട്, അപ്പൊ അതാണ് കാണുന്നത്. സാമ്പത്തികമായിട്ട് പിന്നെ അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം തീർച്ചയായിട്ടും അല്ലെ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള ചികിത്സാ സംവിധാനം ചെയ്യേണ്ട ഗവൺമെന്റ് ഒരു ബാധ്യതയല്ലേ? അതെ, ബാധ്യത. അത് ഗവൺമെന്റ് അത് ചെയ്തേ പറ്റൂ. ആ ബാധ്യത എങ്ങനെ നിർവഹിക്കണം എന്ന് പറഞ്ഞാൽ, ഇപ്പോ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. ഒരുപാട് തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ വരാൻ വേണ്ടി പോകുന്നുണ്ട്. അത് വലിയ കല്യാണ ആഡംബരം മാതിരി വലിയ ആഡംബരവും കലാശം എന്താ പറയല്ലേ, എല്ലാം ഇങ്ങനെ ജോവനാക്കി. എന്ത് തെരഞ്ഞെടുപ്പ് ഇത്? നിങ്ങളെ ഞാനൊരു കാൻഡിഡേറ്റാണ്. നിങ്ങളെ വീട്ടിലേക്ക് വന്നിട്ട് സാറേ ഇങ്ങനെ നിൽക്കാൻ പോകുന്നു, എനിക്ക് നിങ്ങളെ സഹായിക്കണം, വോട്ട് എന്നോട് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ വോട്ട് എനിക്ക് തന്നാൽ മതി, എനിക്ക് തരണം, ഞാൻ അത് ചെയ്യും. അതിനാൽ മുഴുവനും വീട്ടുകാർ പോയിട്ട് ഒരു മാസം കൊണ്ട് ഇങ്ങനെ അയാളും അയാളെ ബന്ധപ്പെട്ട കുറച്ചാൾ പോയിട്ട് പറഞ്ഞാൽ പോരെ? എന്നോടറിയാം, എനിക്കറിയാം. അതും ഞാൻ എൻ്റെ സുഹൃത്ത് അവൻ CPM-ൻ്റെ ഒരു ചെറുപ്പക്കാരനാണ്, എൻ്റെ പേഷ്യൻ്റ് വന്നു. അയാൾ വന്നിട്ട് എന്നോട് പറഞ്ഞു, സാർ എനിക്ക് 1,00,000 ഉറുപ്പിക തന്നിട്ടുണ്ട് പാർട്ടി, പക്ഷെ 10,000 ഉറുപ്പിക എനിക്ക് തീർന്നിട്ടില്ല. ഞാനെല്ലാം വിട്ടു പോയി, വേറെ ഒന്നും എൻ്റെ കയ്യിൽ നിന്ന് തീർന്നിട്ടില്ല. പൈസ തിരിച്ചു കൊടുത്തു. മാന്യത കാണിച്ചു. അപ്പൊ ഇവിടെ കോടിക്കണക്കിന് പൈസയാണ് ഓരോ കാൻഡിഡേറ്റ് ഇടുന്നത്. അത് ആ പണം മുഴുവനും ശേഖരിച്ചാൽ, അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, യുദ്ധത്തിന്റെ കാര്യം പറഞ്ഞില്ലേ, നമ്മൾ ഇന്ന് ഒരുപാട് യുദ്ധങ്ങൾ കഴിഞ്ഞു. എവിടെ? ആദ്യം 1-ാം ലോകമഹായുദ്ധം, 2-ാം ലോകമഹായുദ്ധം, പിന്നെ യുദ്ധങ്ങൾ, ഇറാഖ് യുദ്ധം, ഇറാൻ യുദ്ധം, മണ്ണാങ്കട്ടി യുദ്ധം, ഒരുപിടി യുദ്ധങ്ങൾ കഴിഞ്ഞിട്ട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾ മരിച്ചു. ഇതിന് എന്തെങ്കിലും ഒരു അടിസ്ഥാനമുണ്ട്? നമ്മൾ മനുഷ്യരല്ലേ? ആ യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിചാരിക്കണം, നിരപരാധികളായ ചെറിയ കുഞ്ഞുങ്ങൾ ഞരിച്ചു മരിക്കുന്ന യുദ്ധങ്ങൾ നടന്നിട്ട് ഒരു മനുഷ്യത്വം ഈ ലോകത്തുള്ളവർക്കില്ലേ?
അപ്പൊ യുദ്ധമില്ലാത്തൊരു ലോകം നമ്മൾ ഉണ്ടാക്കണം. യുദ്ധത്തിന്റെ പിന്നെ ആയുധങ്ങൾ എല്ലാ രാജ്യങ്ങളിലും കൂട്ടിവെച്ചിട്ടുണ്ട്. ഇപ്പൊ പൊട്ടിക്കൊന്നറിഞ്ഞു. അത് ഗാന്ധിജി പറഞ്ഞതാണ്. ഗാന്ധിജി എന്താ പറഞ്ഞത്? ഇവിടെ അണുവായുധങ്ങളിൽ ഉണ്ടാക്കുന്ന ശാസ്ത്രജ്ഞന്മാർ ചെയ്തത് പൈശാചികമായ പ്രയോഗമാണ്. അതുണ്ടാക്കാൻ പാടില്ലായിരുന്നു. മനുഷ്യരെ ഒരു നിമിഷം കൊണ്ട് ഇടീ ലോകത്തെ നശിപ്പിക്കുന്ന ആയുധങ്ങൾ, വലിയ വലിയ അണുശക്തികളും മറ്റുള്ള ശക്തികളും അവിടുന്ന് പണം കൊടുത്തിട്ട് ആയുധങ്ങളും മേടിച്ചുകൊണ്ടിരിക്കുന്നു. കച്ചവടം പൊടിപൊടി നടക്കുന്നു. ഞാൻ പറഞ്ഞത് ഇങ്ങനത്തെ കച്ചവടത്തിന്റെ ലോകമല്ല നമുക്ക് വേണ്ടത്. മാനവികതയും സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഒരു ലോകമാണ് നമുക്ക് വേണ്ടത്. ഇവർ എളുപ്പത്തിൽ വിചാരിച്ചാൽ യുദ്ധം ഉണ്ടാക്കിക്കൂടെ? അതിർത്തിരാകണം. ഇത് ദൈവം സൃഷ്ടിച്ച പ്രപഞ്ചമാണ്, ഒരു മനുഷ്യന്റെ പ്രപഞ്ചമല്ല. അതിന് കുറച്ച് സമയം നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റും, കട്ടൗട്ടാക്കും കുറെ കഴിയുമ്പോൾ, ഇല്ലേ? അപ്പൊ അങ്ങനെയുള്ള ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ എത്ര കണ്ട് ഹൃദയ വിശാലത, എത്ര കണ്ട് സൗഹൃദം, എത്ര കണ്ട് സ്നേഹം, എത്ര കണ്ട് സഹോദര്യം, ബുദ്ധി. നമ്മളെല്ലാം ഒരു അച്ഛന്റെയും ഒരു അമ്മന്റെയും മക്കളും പോലെ ജീവിക്കേണ്ട അടുത്ത് വെടിവെച്ച് യുദ്ധം ചെയ്ത് ആളുകാരെ ഞെരിച്ചു കൊല്ലുന്ന ക്രൂരത എന്തുകൊണ്ട് മനുഷ്യൻ വിചാരിക്കുന്നതിനാണെന്നറിയില്ല. ആ യുദ്ധത്തിന് ചെലവിടുന്ന ഈ ആയുധങ്ങളുടെ പണം, ഈ ഇലക്ഷനിൽ അനാവശ്യം ദൂർത്തടിക്കുന്ന പണം, ഇതെല്ലാം ഒന്നിച്ചു കൂടിയാൽ ഇവിടുത്തെ പാവപ്പെട്ടവരുടെ രോഗചികിത്സയ്ക്കും അവരെ പട്ടിണി മാറ്റാനും ഒരു തരത്തിൽ നല്ല നിലവാരത്തിൽ ജീവിക്കാനും സാധിക്കുമില്ലേ? എന്തുകൊണ്ട് മനുഷ്യനെ ചിന്തിക്കുന്നില്ല? ഒരു അതിർത്തി തർക്കത്തിന് ഒരു യുദ്ധവും വെടിയും ആക്കുന്നില്ല. അതിർത്തി എന്ന് പറഞ്ഞതാരി അപ്പറായാലും ഇപ്പറായാലും മനുഷ്യരനെ ചെറിയൊരു അതിർത്തി തർക്കത്തിന് എന്തിനാ യുദ്ധമാക്കുന്നത്? ദൈവത്തിന്റെ നാടല്ലേ ഇത്? അമേരിക്ക അല്ലെങ്കിൽ റഷ്യ അല്ലെങ്കിൽ മറ്റുള്ള ഓസ്ട്രേലിയ എന്നെല്ലാം പേരിട്ടതാരി? ദൈവം പേരിട്ടിട്ടില്ല. ദൈവം ഒരു ലോകം ഉണ്ടാക്കി. നിങ്ങൾ ജീവിച്ചോ എന്ന് പറഞ്ഞിട്ട് അവിടെ മഴ വരുന്നു, അവിടെ ആരും ഭക്ഷണം ഉണ്ടാവുന്നു, അതിനെ തിന്നുന്ന പോലെയില്ല. അത് നമുക്ക് അഹങ്കരിക്കാൻ വേണ്ടിയല്ല ഇത്. അതുകൊണ്ട് ലളിതമായ ജീവിതം, ആരോഗ്യകരമായ ജീവിതം, അതിന് നമുക്ക് ടെൻഷൻ ഇല്ലാതെ വിശാലമായ വീക്ഷണത്തോടു കൂടി, കാരുണ്യത്തോടു കൂടി, സ്നേഹത്തോടു കൂടി, സൗഹൃദത്തോടു കൂടി, സാഹോദര്യം വിചാരിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കേണ്ടവരാണ്. തീർച്ചയായും അങ്ങനെയാണ്. ഇതിന് ഈ യുദ്ധത്തിന് ആയുധം വാങ്ങുന്ന തുകയും ഇലക്ഷന് ചെലവാക്കുന്ന അനാവശ്യമായി ചെലവാക്കുന്ന ഭീമമായ തുകയും ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ ലോകത്തിലെ ഈ ജനങ്ങൾക്ക് സൗജന്യ ചികിത്സ കൊടുക്കാൻ പറ്റുന്നു. ഡെഫിനറ്റ്ലി. പിന്നെ എളുപ്പത്തിലല്ലേ? എല്ലാ ഹോസ്പിറ്റലിലും സൗജന്യമായിരിക്കണം. ഇന്ന് നമ്മൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ്, നമ്മൾ ഇന്ന് നേടിയെടുത്തിട്ടുള്ള സയന്റിഫിക് അഡ്വാൻസ്മെന്റ്, അതിന്റെ സോഫിസ്റ്റിക്കേറ്റഡ് എല്ലാ പിന്നെ സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും എല്ലാം ഉണ്ടാക്കി ഓരോ ജില്ലയിലും ഓരോ താലൂക്കിലും പെട്ടെന്ന് രാത്രിയും പകലും പെട്ടെന്ന് എത്തിപ്പെട്ട് ഉടനെ ചികിത്സിക്കാൻ ഉള്ള സംവിധാനങ്ങൾ നമ്മൾ. ഡോക്ടർ, ഞാൻ ഇടപെടുകയാണ്. കാരണം നമ്മളിപ്പം ഒരു റോഡ് ആക്സിഡന്റ്, വളരെ സീരിയസ് ഇഞ്ചുറി ഉള്ള റോഡ് ആക്സിഡന്റ്, അതിപ്പോ നമ്മളിപ്പം മാംഗ്ലൂരിലെ ഒരു ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ഇതൊരു അനുഭവമാണ്. അവര് ആദ്യം തന്നെ ഇതിന് 80,000 രൂപ കെട്ടിവെച്ചാൽ എമർജൻസി ഓപ്പറേഷൻ. കാരണം അവര് ഇവരെ ഈ രോഗിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി എങ്ങനെ അവിടെ എത്തിച്ചു എന്നത് എങ്ങനെ എത്തി അവര്. പക്ഷെ അവർക്ക് 80,000 പോയിട്ട് ഒരു 1000 രൂപ പോലും കെട്ടിവെക്കാൻ ആ ഒരു അവസ്ഥ ആ സമയത്ത് ഇല്ല. അപ്പൊ ഈ ഹോസ്പിറ്റലിൽ നിന്ന് അവർ പറയുന്നതാണ്, സ്വാഭാവികം നിങ്ങൾ എന്നാ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തോ, മാംഗ്ലൂരിലെ മറ്റേതും ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് നിങ്ങൾ ഷിഫ്റ്റ് ചെയ്തോ. അപ്പൊ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഈ രീതിയിൽ രോഗികളോട്, കാരണം പിന്നീട് എമൗണ്ട് കെട്ടിവെക്കാൻ നമ്മുടെ ആദ്യ ഓപ്പറേഷൻ എന്നൊരു തന്നെ അവരെ പറയുന്ന ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇതിന് മെഷീനറീസ് എന്ന് പറഞ്ഞാൽ വളരെ അഡ്വാൻസ്ഡ് ടെക്നോളജിയുള്ള മെഷീനറീസ് ആണ്, വളരെ കോസ്റ്റ്ലി ആയുള്ള മെഷീനറീസ് ആണ് ഇതിന് ഉപയോഗിക്കുന്നത്. സ്വാഭാവികമായിട്ട് അതിന് കൂടുതൽ പണം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ തരത്തിൽ അല്ലെങ്കിൽ ഈ ഇത് റീഫണ്ട് ചെയ്യുക എന്ന് പറയുന്നത്, കിട്ടുക എന്നത് രോഗികളിൽ നിന്നാണ്. അവർ കൊടുക്കുന്ന ആർഗ്യുമെന്റ് അല്ലെങ്കിൽ അവർ പറയുന്ന ജസ്റ്റിഫിക്കേഷൻ ഇതാണ്. പക്ഷെ രോഗി എന്നത് അത്യാസന്ന നിലയിൽ രോഗി എന്നൊരു ഹോസ്പിറ്റലിൽ എത്തുന്ന രോഗിയോട് സാമ്പത്തികമായിട്ട് ഇതിന് ഇത്ര എക്സ്പെൻസ് ഉണ്ട് എന്ന് പറയുന്ന സമയത്ത് അവർക്കുണ്ടാകുന്ന ഒരു ആങ്സൈറ്റി ഉണ്ടല്ലോ കൂടെ നിൽക്കുന്നവർക്ക്. അത് ഒരു ഡോക്ടർ എന്ത് തോന്നുന്നു? അത് വളരെ നീച്ചമായ ക്രൂരമായ ഒരു നോട്ടാണ്. ഇവന് എന്ത് പൈസ ചെലവായിക്കോട്ടെ, എമർജൻസി വന്നപ്പോൾ ചികിത്സിക്കേണ്ടവന ബാധ്യതയാണ്. നടന്ന സംഭവമാണ്. കച്ചവട ലോകമായി മാറിയിരിക്കുന്നത് ഈ ഉദാരവൽക്കരണം എന്ന് പറഞ്ഞ എന്തെന്ന്, കച്ചവടത്തിലെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് പണം ഉണ്ടാക്കലല്ലാതെ ഒരു സ്നേഹത്തിന്റെ ലോകം ഉണ്ടാക്കുന്നില്ല. കച്ചവട ലോകം അല്ല നമുക്ക് വേണ്ടത്, സ്നേഹത്തിന്റെ ലോകം. ഗാന്ധിജിന്റെ ആദർശങ്ങൾ അന്ന് ആദ്യം പഠിച്ചാൽ ഈ ഉദാരവൽക്കരണവും ഈ ഇൻവെസ്റ്റ്മെന്റും ഒന്നാവശ്യം, സെൽഫ് റിലയൻസ്, അവരവർ അധ്വാനിച്ചിട്ട് നമ്മുടെ രാജ്യത്തെ നിലനിർത്തേണ്ടതാണ്. അതുകൊണ്ട് ഇവിടെ ഒരു ഹോസ്പിറ്റലിലും ഒരു പേഷ്യന്റിനെയും നിഷേധിക്കാൻ പാടില്ല ചികിത്സ. ഇപ്പൊ ഉദാഹരണത്തിന് MRI സ്കാനിങ്, അതിന് ഒരു നിശ്ചിത എമൗണ്ട് ഉണ്ട്.
ഇത് ഞങ്ങൾ തന്നെ ഒരു സ്ഥലത്ത് നിന്ന് അന്വേഷിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്തിനാ ഇത്രയും എമൗണ്ട് എടുത്തത്? പറഞ്ഞു ഇത് ഈ മെഷീനറി എന്ന് വെച്ചാൽ ഞങ്ങൾ ഇമ്പോർട്ട് ചെയ്താണ്, അല്ലെങ്കിൽ ഇത് നമ്മൾ ഇതിന് ഇത്രയും കോസ്റ്റ് ഉണ്ട് ഈ മെഷീന്, അപ്പൊ അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ് ഇത്, ഇതിന്റെ ഫൈൻഡിങ്സ് വളരെ ആക്യുറേറ്റ് ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇത്രയും എമൗണ്ട് വാങ്ങിയിട്ട് MRI സ്കാനിങ് ചെയ്ത് സ്വാഭാവികമായിട്ട് അവർ പറയുന്ന ഒരു ന്യായം എന്നത് അതിന് പറയുന്ന ഒരു ന്യായമില്ല. ഞാൻ പറയാം, അത്ര ഹോസ്പിറ്റലിലേക്ക് പോകുന്നവർ വലിയ 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 പൈസക്കാരാണ്. ഇടക്ക് ഡോക്ടർ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ MRI ചെയ്യണമെന്ന് പറഞ്ഞാൽ വലിയ വലിയ ഒമ്പിച്ച പൈസക്കാരാണ്. ഈ കോടിക്കണക്കിന് ലാപ്സായി പണം ഇങ്ങനെ വെതർന്നവരുണ്ടല്ലോ. ഞാൻ പറഞ്ഞ ഒരു റെഡ്ഡി ആരോ മസാല ദോശ കഴിക്കാൻ വേണ്ടിയിട്ട് ആന്ധ്രയിൽ നിന്ന് ഹൈദരാബാദിലേക്ക് ഹെലികോപ്റ്ററിൽ പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു കാർ വേണ്ട അടുത്ത് 5 6 വില വില കാറ്, ഒരു കാർ നിർത്തിയാൽ ജനങ്ങൾക്ക് പോകാൻ സമയമില്ല. അങ്ങനത്തെ ഒരു സ്ഥലം ആവശ്യം ഇതിലേക്ക് നമ്മൾ എത്തിയപ്പോൾ മുതലാളിമാരും വലിയ വലിയ ആൾക്കാരും അങ്ങനത്തെ ഹോസ്പിറ്റലിലേക്ക് പോവുള്ളൂ. ഇടക്ക് പാവം പോയിട്ടുണ്ടാവും അത് ഈ ഭാവം അടുത്തേക്ക്. അപ്പൊ അതുകൊണ്ട് അവർ ഹോസ്പിറ്റലിൽ നടക്കുന്നതിന് ഒരു തടസ്സവും ഇല്ല. അവിടെ പൈസക്കാർ തന്നെ പോകുന്നു, പൈസ കൊടുത്തവനുണ്ട്, കച്ചവടം നടക്കുന്നുണ്ട്. അപ്പൊ ഇടയ്ക്ക് ഒരു പാവം കയറിയാൽ അവനോട് പറഞ്ഞിടാം, അവനെ അക്സെപ്റ്റ് ചെയ്യണം. അക്സെപ്റ്റ് ചെയ്തിട്ട് ഫ്രീ ആയിട്ട് ചികിത്സിച്ചിട്ട് വിട്ടേക്കാം ഹോസ്പിറ്റലിൽ. അങ്ങനെയുള്ള ഒരു കാരുണ്യത്തിന്റെ ഹോസ്പിറ്റലായിരിക്കണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഹോസ്പിറ്റലിൽ എല്ലാവരും പൈസ കൊടുക്കേണ്ടതെന്നല്ല, പൈസ ഉള്ളവരെ അവിടെ പോകുന്നുള്ളൂ. അപ്പൊ ഞാൻ മനസ്സിലായില്ലേ പറഞ്ഞത്. മറ്റൊരു സംശയം, തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ അതിന്റെ ക്രോസ് സെക്ഷനിലേക്ക് നമുക്ക് പോകണ്ട. മറ്റൊരു വിഷയം, അതായത് ഇപ്പൊ നമുക്ക് ഡോക്ടർ എത്ര വർഷമായി സർവീസിൽ? 40 പ്ലസ്. ഓക്കെ സാർ, നമുക്കിപ്പം ഒരു രോഗി ഡോക്ടറെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഒരു ഫൈൻഡിങ്സ്, ഇപ്പം ഏതെങ്കിലും ഒരു രോഗമാകട്ടെ അതിന്റെ ഫൈൻഡിങ്സ് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ലളിതമായ മാർഗം, ഇപ്പം പിന്നെ യൂറിൻ ടെസ്റ്റ്, ഓക്കെ ഐ ഡോണ്ട് നോ ഹൗ ഐ ആം ആസ്കിങ് ദീസ് ക്വസ്റ്റ്യൻസ്. ഇപ്പം ഫോർ എക്സാമ്പിൾ യൂറിൻ ടെസ്റ്റ് അല്ലെങ്കിൽ എക്സ്റേ, ഓക്കെ ഇതൊക്കെയാണ് നമ്മൾ ബേസിക് ആയിട്ട് ചെയ്യുന്നത്. അങ്ങനെ ആ വന്ന രോഗിയുടെ രോഗത്തെക്കുറിച്ച് ഒരു ഫൈൻഡിങ്സ് കണ്ടെത്താൻ ഇത്രയും ലളിതമായ മാർഗങ്ങൾ ഉപയോഗിച്ചാൽ പറ്റുമോ? അതല്ല അയാൾക്ക് MRI പോലെ കുറച്ച് അഡ്വാൻസ്ഡ് ആയ ഒരു എക്സാമിനേഷൻ വേണമെന്ന് സജസ്റ്റ് ചെയ്യണോ? അത്യാവശ്യ സംശയമുള്ളിടത്തേക്ക് മാത്രം ഇൻവെസ്റ്റിഗേഷൻ ചെയ്യേണ്ടതാണ്. പക്ഷെ ഇവിടെ എല്ലാത്തിനും ആദ്യം പോയപാടെ ചെയ്യും. അതിന് അവർ വരുന്ന ന്യായം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് അല്ലെങ്കിൽ അത് എന്തെങ്കിലും ലൂപ്പ് ഹോൾ വന്നാൽ ചികിത്സയിൽ അത് ഞങ്ങൾ പിന്നെ അവിടെ പ്രോസിക്യൂട്ട് ചെയ്യും, അതിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്, എല്ലാം ചെയ്യും. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്ലിനിക്കൽ എക്സാമിനേഷനിൽ കൂടെ മിക്ക രോഗങ്ങളും പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ മനസ്സിലാകുന്നു. അതിന് എളുപ്പത്തിൽ മരുന്ന് കൊടുത്താൽ മതിയല്ലോ. പക്ഷെ ഇത് ഡോക്ടർക്കിടയിൽ നടക്കൂല. അവർ ആർഗ്യുമെന്റിനെ പിന്നെ അത് ഉത്തരം പറയാനും പറ്റൂല. ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം അങ്ങനെ തന്നെയാണ്. ഡോക്ടർമാർ ഇപ്പോൾ വളരെയധികം കേസ് ഹോസ്പിറ്റലുകെതിരായിട്ട് മറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എല്ലാം ടെസ്റ്റ് ചെയ്തിട്ടേ ഞങ്ങൾ ചെയ്തിനി എന്നുള്ളത് അവർക്ക് പറയാൻ പറ്റും. അതിനാണ് ഡോക്ടർമാർ എക്സ്പീരിയൻസ്. ഞാനത് പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടിയിട്ടും എൻ്റെ ഒരു സംശയമാണ്. സ്വാഭാവികമായിട്ട് ഈ നേരത്തെ ക്ലിനിക്കൽ എക്സാമിനേഷൻ എന്ന് നമ്മൾ സൂചിപ്പിച്ചില്ലേ, ഒരു അബ്ഡോമൻ പെയിനുമായി വന്ന ഒരു രോഗിക്ക് സാധാരണ ഡോക്ടർ ഏത് തരത്തില് സജഷനാണ് കൊടുക്കുന്നത്? അവര് പിന്നെ എക്സ്റേയില് പിന്നെ അബ്ഡോമൻ പെയിനിൽ ഇപ്പോ ഒരു സിവിയർ പെയിൻ ഉണ്ട്, സിവിയർ മൂത്രക്കല്ലി എന്ന് വെച്ചോ, റീനൽ സ്റ്റോൺ, അതായത് യൂറിട്രിക് സ്റ്റോൺ എന്ന് പറയും, ബ്ലാഡർ സ്റ്റോൺ. ഇതിന്റെ സിംറ്റംസ് ഒരു സ്ഥിരമായിട്ട് നമുക്ക് നമ്മളെ എക്സ്പീരിയൻസ് കൊണ്ട് ഡയഗ്നോസ് ചെയ്യാം. പക്ഷെ എല്ലാവരും അതിന് സ്കാനിങ്, അൾട്രാസൗണ്ട് സ്കാനിങ്, മറ്റേ എക്സാമിനേഷൻ ഒക്കെ അവർ അഡ്വൈസ് ചെയ്യും. അത് കൺഫേം ചെയ്തിട്ട് അതിന് വേണ്ട ട്രീറ്റ്മെന്റ് കൊടുക്കും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് അങ്ങനെ ഇതുവരെ ഒരു അനുഭവത്തിൽ വന്നിട്ടില്ല. ചില സംശയം വരാലുണ്ട്. ഇപ്പൊ അബ്ഡോമിൻ പെയിൻ ആകുമ്പോൾ റൈറ്റ് സൈഡിൽ അബ്ഡോമിൻ താഴെ ലെഗ് ഫോസ് അവിടെ വന്നാൽ അത് മിക്കവാറും അപ്പൻഡിസൈറ്റിസ് ആണെന്നുള്ള അതേ സമയത്ത് അവിടെ അത് സ്റ്റോൺ ആണെന്നും കൂടി വരാം. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സംശയം അവിടെ തീർച്ചയായിട്ടും അവിടെ ഒരു ഇൻവെസ്റ്റിഗേഷൻ വേണം. അങ്ങനെയുള്ള ചില സംശയാത്മകമായ കാര്യത്തിൽ ഇൻവെസ്റ്റിഗേഷൻ ഉപയോഗിക്കാം. തീർച്ചയായിട്ടും. പിന്നെ ഡോക്ടർ പറഞ്ഞു 40 വർഷത്തിലധികമായി ഈ മേഖലയിൽ. ഓക്കെ ഡോക്ടർ, ഇപ്പൊ ഇതിന്റെ കൂടെ മറ്റേതെങ്കിലും തരത്തിലുള്ള എന്റർടൈൻമെന്റ് ഉണ്ടോ? അല്ല കേവലം പിന്നെ മറ്റു തീർച്ചയായിട്ടും സോഷ്യൽ പ്രവർത്തനങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ വേറെ ഏതെങ്കിലും തരത്തിലുള്ള എന്റർടൈൻമെന്റ്? അപ്പൊ എനിക്ക് ചെറുപ്പത്തിലെ സംഗീതം വലിയ ഇഷ്ടമാണ്. പക്ഷെ പഠിക്കാൻ ഒഫീഷ്യലായിട്ട് എല്ലാവരും പോലെ ഒരു പഠിച്ച സംഗീതം പഠിക്കാനുള്ള അവസരം കിട്ടിയിട്ടില്ല. പിന്നെ സമയം കിട്ടുമ്പോൾ നമ്മുടെ അടുത്തേക്ക് ചില ഭാഗവതർ വരലുണ്ട്, ഒരു തളിപ്പറമ്പ് എന്ന് വരലുണ്ട്, വലിയ വാര്യർ മാഷ് വന്നുണ്ടായിരുന്നു.
മറ്റേ കേളു മാഷ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ സൗത്തിലൊരു മാഷ് ഉണ്ടായിരുന്നു, ആൾ മരിച്ചുപോയി. അതുപോലെ ഇപ്പോഴും ഒരു സ്ഥലത്ത് ഒരു പിന്നെ ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെ ഒരാൾ വന്ന് ഇടക്കിടക്ക് പഠിപ്പിക്കുന്നുണ്ട്. ഡോക്ടർ അങ്ങനെ പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ എവിടെയായിരുന്നു ഡോക്ടർ? അവർ പ്രാഥമിക വിദ്യാഭ്യാസം മഞ്ചേശ്വരം, മംഗലാപുരം. മഞ്ചേശ്വരം SAT ഹൈസ്കൂൾ എന്ന് പറയും, അവിടെയാണ്. പിന്നെ മംഗലാപുരം ഗവൺമെന്റ് കോളേജ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഡോക്ടറാണെന്നുള്ള എന്തോ ഒരു ഇത് വന്ന്, അപ്പോൾ ഇവിടെ അന്നൊന്നും സീറ്റ് വെച്ചാൽ വളരെ കുറവാണ്. മദ്രാസിലാണ് നമുക്ക് സീറ്റ് ഉണ്ടായത്, 10-11 സീറ്റ്. അതിപ്പോൾ ഇൻഫ്ലുവൻസിലെല്ലാം പോയി. അപ്പോൾ അവിടെ അന്ന് ഇങ്ങനത്തെ ടെസ്റ്റ് മറ്റേ എൻട്രൻസ് ടെസ്റ്റ് അങ്ങനത്തെ ഒന്നുമില്ല അന്ന്. ചില ഇൻഫ്ലുവൻസ് മാത്രം, അതായത് കിട്ടിയ ക്വാളിഫയിങ് എക്സാമിനേഷനിൽ കിട്ടിയ മാർക്കും 300 മാർക്ക് എഡീഷൻ, അത് ഓറൽ ടെസ്റ്റ്, അത് അവർക്ക് ഇഷ്ടമുള്ള പോലെ കൊടുക്കാം. അങ്ങനെ കിട്ടാത്തപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ബോംബെ പോയി. ബോംബെ പോയിട്ട് അവിടെ BS, അവിടെയും MBBS സെലക്ഷൻ കിട്ടിയില്ല. അപ്പോൾ ഞാൻ BSc ചെയ്തു അവിടെ കാൽസ കോളേജിൽ. BSc ചെയ്തിട്ട് വന്നിട്ട് ശ്രീ TFI എന്ന് പറഞ്ഞ മംഗലാപുരം TFI മന്ത്രിയല്ലായിരുന്നു, നമ്മൾക്ക് എന്തോ നല്ല പരിചയവും ബന്ധമുണ്ട്. അപ്പോൾ ഓര് പറഞ്ഞ് നീടെ പഠിക്കുന്നു, അവരെനിക്ക് സീറ്റ് തന്നതാണ് KMCയിൽ. അപ്പോൾ ബാങ്കിൽ നിന്ന് കുറച്ച് പണം കൂടി അവർ എന്നെ സഹായിച്ചിട്ടുണ്ട്. സീറ്റ് ചെറിയ പൈസ അന്ന് വേണ്ടു, ഇന്നത്തെ പോലെ കോടിയൊന്നും വേണ്ട, ഒരു 3000 രൂപ ഉണ്ടായാലേ എല്ലായി. ഈ കോടി എന്ന് പറയുമ്പോൾ ഒരു MS അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിയുമ്പോഴത്തെ ഡോക്ടേഴ്സിന് കോടിക്കണക്കിന് രൂപ ചെലവാകും. ഇന്ന് പോസ്റ്റ് ഗ്രാജുവേറ്റിന് 1.5 കോടി. അതെ, അപ്പൊ സ്വാഭാവിക ഡോക്ടറെ, അപ്പൊ ഇവർ ഞാൻ പറഞ്ഞില്ലേ ഒരു ഡോക്ടർ പറയുന്ന ജസ്റ്റിഫിക്കേഷൻ, ഇവിടെ ഇപ്പൊ നേരത്തെ MRI സ്കാനിങ്ങിനൊക്കെ പറയും കോസ്റ്റ്ലി എന്ന് പറയുന്ന പോലെ, ഡോക്ടർ എന്നുള്ള ആ പൊസിഷൻ ഉണ്ടല്ലോ, ആ ഒരു ജോബ്, അതിന് ഇത് കോസ്റ്റ്ലി അല്ലേ ഇന്ന്. അത് സ്വാഭാവിക പേഷ്യന്റിന് എടുക്കുന്ന അവർ കൂടുതൽ ഫീസ് വാങ്ങാൻ നിർബന്ധിതരാകൂലേ? തെറ്റാണ്. മെഡിക്കൽ എന്ന് പറയുന്നത് ഗവൺമെന്റും ജനകീയ ഗവൺമെന്റ് ഒരു പ്രത്യേക സ്റ്റാറ്റസിൽ എടുത്തുകൊണ്ട് അതിനെ പഠിപ്പിക്കലും അതിന്റെ ചികിത്സയും കംപ്ലീറ്റ് സൗജന്യമായിരിക്കണം, ഈക്വലായിട്ട്. മനുഷ്യനെന്നുള്ള നിലയിൽ ഓൻ പൈസക്കാരനാവട്ടെ പൈസ ഇല്ലാതവനെ, ഓനെ മനുഷ്യനായിട്ട് കാണുക, ഓന് ചികിത്സ കൊടുക്കാനുള്ള കഴിവുണ്ടാവണം. അതിന് നമ്മൾ ബുദ്ധിപരമായി ചിന്തിച്ചാൽ അനാവശ്യമായ വേസ്റ്റ് ഒഴിവാക്കി ആ പണം മുഴുവൻ ഇതിലിട്ടാൽ നമുക്ക് ചികിത്സിക്കാൻ വേണ്ടി സാധിക്കും. അല്ല ഡോക്ടർ ഇപ്പൊ സൂചിപ്പിച്ചു ഒരു പോസ്റ്റ് 1.5 കോടി. നിങ്ങൾ വിശ്വസിക്കാതിരിക്കണ്ട, അടുത്ത് മാംഗ്ലൂരിലെ ഒരു മെഡിക്കൽ കോളേജ് ഒരു സീറ്റ് മാത്രം ഉണ്ടായപ്പോൾ ഒരു വലിയ തോട്ടക്കാരൻ്റെ നിന്ന് 2.5 കോടി കൊടുത്തിട്ട് മേടിച്ചു. ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ചില്ലേ പിന്നെ സംഗീതത്തോട് താല്പര്യമുണ്ടെന്ന്. ഭാഗവതർ വീട്ടിൽ വന്ന് പഠിപ്പിക്കലാണോ അല്ല അവിടെ ക്ലാസ് പോയി പഠിപ്പിക്കുന്നതാണ്? എങ്ങനെയാ? ഇല്ല, വീട്ടിൽ വന്ന് പഠിപ്പിക്കും. എത്ര വർഷമായി ഇത് പഠിക്കാൻ തുടങ്ങിയിട്ട്? പഠിക്കാൻ കുറെ കൊല്ലങ്ങളായി, ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ മാത്രം. ഇടയ്ക്കിടയ്ക്ക് ഒഴിവാകും കുറെ കാലം. ശാസ്ത്രീയമായി പഠിക്കും. ആദ്യം ശാസ്ത്രമായി ഉണ്ടായിരുന്നു, അത് പൂർത്തിയാക്കിയില്ല. ഇങ്ങനെ കഷ്ണം ഇവിടുന്ന്. നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്ന് ഡോക്ടർക്ക് ഒരു സോങ് പാടാം. പക്ഷെ അതിൽ ചിലപ്പോ അതിന്റെ ശ്രുതി, അതിന്റെ മറ്റേ ഇതുണ്ടല്ലോ, മറ്റേ ചില പോയിന്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ് സാറ്റിസ്ഫൈ ആക്കുന്ന വരില്ല. അത് വേണ്ട സാർ, നമുക്ക് പ്രേക്ഷകർക്ക് ഒന്നും പോകണം സാർ. ആയിക്കോട്ടെ. ओ दूर के मुसाफिर हमको भी साथ ले ले रे, हमको भी साथ ले ले, हम रह गए अकेले. ओ दूर के मुसाफिर हमको भी साथ ले ले रे, हमको भी साथ ले ले, हम रह गए अकेले. तूने वो दे दिया गम, बेमौत मर गए हम, दिल लुट गया जहां से, ले चल हमें यहाँ से, ले चल हमें यहाँ से. किस काम की ये दुनिया जो जिंदगी सकेले रे, हमको भी साथ ले ले, हम रह गए अकेले. ഓക്കെ, താങ്ക് യു ഡോക്ടർ. ഡോക്ടറെ പങ്കെടുത്തതിന് എല്ലാവർക്കും നന്ദി.